ഹായ് ഓൾ, ഇന്ന് ഞാൻ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം 1 കിലോ ബസുമതി റൈസ് എടുത്ത് നന്നായി കഴുകിയിട്ട് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇത് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പുതിനയില, 1 ടീസ്പൂൺ മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതും കൂടി ചേർക്കാം. ഇനി കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബാണ് ഇടേണ്ടത്. അപ്പം ഞാൻ 2 മാഗി ക്യൂബ് എടുത്തിട്ടിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കില്ല, ഈ മാഗി ക്യൂബിലുള്ള ഉപ്പാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഈ 2 ക്യൂബ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ക്യൂബും കൂടിയും അല്ലെങ്കിൽ 1ൻ്റെ പകുതിയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 100 ഗ്രാം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായി കുഴക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂറെങ്കിലും വെക്കുക. ഇനി വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ്, അതും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുക. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ വേവിക്കാൻ വെക്കാം. അത് ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം 1 ടീസ്പൂണ് കുരുമുളക് ഇതിലേക്ക് ചേർക്കുക. നമ്മൾ എരിവിനൊന്ന് അപ്പോൾ അരി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി വെക്കാം. ഇത് 90% വെന്താൽ മതി. ഇനി അത് നമ്മൾ നേരത്തെ വെച്ച ഇറച്ചീൻ്റെ മേലെ ഈ അരി ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ റെഡ് ഫുഡ് കളറും പിന്നെ യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല. മഞ്ഞ ഇനി പച്ചമുളക് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൽ നമുക്ക് കനലിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കുക. പുകയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ കനത്തിനായിട്ട് വെക്കുക. ശേഷം ഇതൊരു 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് വിളമ്പാം. ആദ്യം ഇതിൻ്റെ മേലെ ഉള്ള റൈസ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചിക്കൻ്റെ പീസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ബാക്കിയുള്ള റൈസും ഗ്രേവിയും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാം. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി കൂടി ഇടും. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചപ്പ്, പുതിന ഇവ 4ഉം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ അതിലേക്ക് ഇറച്ചി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം.
ഇനി രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ചിക്കൻ ഫ്രൈയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെ ഉള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.